ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്ക് KST ഗെയിമിംഗ് വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. എന്താ, ഞാനൊരു കൺട്രോളർ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. ഇത് ഒരു കയ്യിൽ മൊബൈലും ഉള്ളതുകൊണ്ട് ഇത് തുറക്കാൻ കുറച്ച് പണിയാണ്. വേണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ മുതൽ. ചാർജറും പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വന്നു തോന്നുന്നു, 2 സാധനമുണ്ട്. ഇതേ നമ്മുടെ മുതൽ കിടക്കുന്നു, കണ്ടാ. X3 ചൈനയാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെയുണ്ട്. ഞാനിത് ഇന്ന് മേടിക്കാൻ നേരത്ത് ഇതിൻ്റെ കവറിലുണ്ടോ ചുമന്നതാണ്, അതാണ് ഓർഡർ ചെയ്തത്. ഇവിടെ വന്നപ്പം നീലയായി. സംഭവം കൊള്ളാം, ഉണ്ടല്ല, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഈ സാധനം വെച്ച് കളിക്കാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ. പഠിക്കണം അത്ര. ഇത് ഓണാക്കാൻ അറിയാം. ഈ എക്സും ബിയും പറ്റുമെന്ന് തോന്നുന്നു. അതാ മിന്നുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു ഇത് എങ്ങനെ ഓണാക്കണ്ടെന്നൊക്കെ. അതാ മിന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗെയിമിനകത്ത് കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സെലക്ട് എക്സോ. എങ്ങനെ സെലക്ട് ചെയ്യുന്ന? സെലക്ട് ചെയ്യുന്ന ഇതെങ്ങനെ ഇനി പുറത്തിറങ്ങി. പുറത്ത് പോയിട്ടുണ്ട്. പ്ലേ കൊടുത്ത് നോക്കാം. ഞാൻ നമ്മുടെ ലെസ് പ്ലേ ഞാൻ മുകളിൽ കിടക്കുന്നു. കയറി നോക്കാം. ഞാൻ വേൾഡിൽ കയറിയിട്ടുണ്ട്. ഏതോ ബട്ടൺ പിടിച്ച് ഞെക്കി ഇങ്ങനെയായി. ഏതിനി പുറത്തിറങ്ങുന്ന? കൊള്ളാം. അതെ ഗൈസ്, കുറച്ചൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് അവിടെ പോയി. ഹലോ, സൗണ്ട് അത്യാവശ്യം ഉണ്ട്. ഞാൻ കുറേ നാളായി വേൾഡിൽ കയറിയിട്ട്. പിന്നെ ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാറുണ്ട്. ഇതിനകത്താണ് കളിക്കുന്നത്. ചെറിയൊരു ഇതുണ്ട്. ഇതാ ഗൈസ്, ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയായിരുന്നു. കണ്ടാ, ഏതൊക്കെയോ വട്ടം പിടിച്ച് ഞെക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ എന്താ പോന്ന ഇതിന് ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നോക്കുക ഗൈസ്. ഡയമണ്ട്. ഇതങ്ങനെ ഓരോന്നായിട്ട് പുറത്തറിയാൻ പറ്റുമായിരുന്നല്ലോ. അത് ചെയ്താ പട്ടാണ്. അല്ല, ക്യാമറയുടെ കിട്ടി ഗൈസ്. നോക്കണം. കണ്ടാ ഗൈസ്, 17 ഡയമണ്ട്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാനൊന്ന് ചത്ത് നേരെ പോയി കൊണ്ടേ കളഞ്ഞു. രാവിലെ ഒരു 10 അടുത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കണ്ടാ, എൻ്റെ ക്യാമറ മാറ്റുന്നതായിരുന്നു. കണ്ടാ ഗൈസ്, ഡയമണ്ട്. കണ്ട കൈ നോക്കും. ഇങ്ങനെ കുഴപ്പമില്ല. ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഗ്രിപ്പ് ഉണ്ട്, അതുകൊണ്ട് താഴെ പോത്തൊന്നുമില്ല. നിന്ന് കറങ്ങാം, ഓടാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ എടുത്തോണ്ടിരുന്ന സെറ്റിങ്സിൽ പോയി ഇതര മണിക്കൂർ പിടിക്കും. ഇതുപോലെ കുറേ നേരം എടുത്ത് പിന്നെ വീഡിയോയിൽ പോയി പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെയായിരുന്നു ഞാൻ ഇൻട്രോയോ ഔട്ട്രോ ഒക്കെ എടുക്കാൻ നേരത്തെ ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഒരു വട്ടം പിടിച്ചേക്കിയാൽ മതി. നല്ല സാധനമാണ്, കിടിലാണ്. ഞാനത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്.
നോക്കട്ടെ. ചേടാ കുറച്ച് പണിയുണ്ട്. സംഭവം കൊള്ളാം. ആദ്യം ആയതുകൊണ്ട് കുറച്ച് പരിപാടി പഠിക്കാനുണ്ട്. പഠിക്കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. നല്ല രസമുണ്ട്. ഇത് മൊബൈൽ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര വെയിറ്റ് ഇതിന്. അതുകൊണ്ട് മൊബൈൽ ഇവിടെ നിലത്ത് വെച്ചിട്ടാണ് കളിക്കുന്നത്. നല്ല സ്മൂത്താണ്. കണ്ടില്ല, പെട്ടെന്ന് തിരിയാം, മറിയാം. ചാടുന്നത് അതിലത്ത് പോയി. പിന്നെ ഈ റൈറ്റ് ടു മൈൻ ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മുകളിലൊരു ബട്ടണുണ്ട്, റൈറ്റ് 1 എന്നും പറഞ്ഞ്. അതിങ്ങനെ റൈറ്റ് 1, റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ നമ്മുടെ ഹോട്ട് ബാറുള്ള സാധനങ്ങൾ ഇങ്ങനെ മാറ്റാം. അതിന് ഹോട്ട് ബാർ തന്നെയാണോ പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അതെ സൈഡിൽ ഇത് കാണിക്കുന്നുണ്ടല്ലേ. വൈ ഇൻവെൻട്രി തുറക്കുന്ന, ബി എക്സിറ്റ്, പിന്നെ ടേക്കിങ് ഏതാ അതിനകത്ത് എക്സ് കൊടുത്തിരിക്കുന്ന. എൻ്റെ കളറ് നോക്കിയാൽ മതി. എൻ്റെ ആണ്. അതെ അതെ അതെ. വൺ പ്ലേസ് എന്താണോ? ഓരോന്നിങ്ങനെ പ്ലേസ് ചെയ്യാം അല്ലേ. അതൊക്കെ കൊള്ളാം. വേണ്ട, നൈസ് സാധനം. അതവിടെ കാണിക്കുന്നോണ്ടാണ് എനിക്ക് മനസ്സിലായത്. കൊള്ളാം. നൈസ് സാധനം. പിന്നെ ഞാൻ അങ്ങനെ കണ്ടതാ, മുകളിലോട്ടും താഴോട്ടും മറ്റേ മൗസൊക്കെ വെച്ചിരിക്കുന്ന പോലെ. ഇൻവെൻട്രി L3 അതിനെന്താണ്? ഇതിനകത്ത് L2 വരെയല്ലേ ഉള്ളൂ. L3 എവിടെ? ഇനി ആർക്കറിയാം. ഇങ്ങനെ ആകാവോ? ഓപ്പൺ റെസിപ്പി ബുക്ക് L3. ഈ L3 തന്നെയാണോ? ഇതിലിങ്ങനെ മാറ്റാം അല്ലേ. കൊള്ളാം. നൈറ്റാണ്, നമുക്ക് കയറി കിടക്കാം. സ്ലീപ്പ് ചെയ്യുന്നതെല്ലാം ലെഫ്റ്റ് 2 ആണ് കൊടുത്തിരിക്കുന്നത്. കട്ടില് താഴെയില്ലേ. ഉറങ്ങുമ്പോൾ അത് നമ്മളെ മറ്റേ വുഡ് സ്ട്രിപ്പ് ചെയ്യുന്നത്. വുഡ് സ്ട്രിപ്പ് ചെയ്യുന്നത്, അതിനകത്ത് സ്ട്രിപ്പ് ചെയ്യണമെന്നില്ല. പിന്നെ ഡോർ അടയ്ക്കുന്നത്, തുറക്കുന്നത്, ഇതെല്ലാം ലെഫ്റ്റ് 2 ഇതിനകത്ത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് 2. കണ്ട തുറന്നു തരും. എൻ്റെ കയ്യിൽ ഒരു മൊബൈലേ ഉള്ളൂ. ഈ ഒരു മൊബൈലിലാണ് ഞാൻ റെക്കോർഡും ചെയ്തത്, മറ്റേ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെ ഞാൻ കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തേനെ. കിടക്കുന്ന കണ്ട. അങ്ങനത്തെ അതുകൊണ്ട് പെട്ടെന്ന് ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്യാം. അതൊരു നല്ലൊരു പോയിന്റാണ് ഇതിൽ. താഴെയും വേണം. ചില ആംഗിൾ വെച്ച് എനിക്ക് കളിക്കാൻ അറിയില്ല. കൊള്ളാം, സംഭവം കൊള്ളാം. കളി യൂസ് L2. ഇവിടെ ഇമോട്ട്, എൻ്റെ ഒറ്റ ഇമോട്ടില്ല. ഓക്കെ. ഇനി എന്നതാ? ക്രൗച്ച് ചെയ്തിരിക്കുന്ന ബി. ഇപ്പോൾ പൊട്ടിയാണ്. മൈൻഡ് ചെയ്യുന്നത് ബി. റൈറ്റ് 2 നമ്മൾ അടിക്കുന്നതൊക്കെ റൈറ്റ് 2 ഒക്കെയാണ്. കണ്ട ഇത്. പിന്നെ എനിക്ക് ഒരു കേവ് കിട്ടിയില്ലേ. ഈ കണ്ടീഷനിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ല, ഉള്ളതാണ് ആകപ്പാടുള്ള ടൈമുണ്ട്. അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ വരാം. മറ്റേതിൽ സ്മൂത്താണ്, കൈ വേർക്കത്തൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്ലസ് പോയിന്റ് ഉണ്ട്. ഇതുപോലെ റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ കിടിലാണ്. കുറച്ച് പണിയുണ്ട് ഇപ്പം എനിക്ക്. അതായാലും കളിക്കാൻ അറിഞ്ഞുകൂടാ ഇതും വെച്ചുകൊണ്ട്. അതാണ് അടുത്ത് പള്ള കളഞ്ഞു. അയ്യോ, ഡയമണ്ടാണ് വെച്ചാന്. അതെങ്ങനെ ഞാനടുത്ത് കളഞ്ഞ? പിന്നെ അങ്ങോട്ടേക്ക് വൈഞ്ഞൊക്കെ മൊത്തത്തിൽ മുകളിലോട്ട് പോകും. കൊള്ളാം. അയ്യോ, എൻ്റെ മൊബൈൽ താഴെ പോയി. ഞാനൊരു ഇതിൽ ചാരി വെച്ചിരിക്കുന്നു. അതും പോയി. സ്റ്റാൻഡൊന്നുമില്ല, പാവപ്പെട്ടവനാണേ. കൊള്ളാം ഗൈസ്. ഞാൻ കാണിക്കാൻ വന്നത് എന്തായാലും ഇത് ഒരു ലെസ് പ്ലേ സീരീസ് ഒന്നും കാര്യങ്ങളൊന്നും അല്ല.
അതെന്നതാ അവിടെ? ആ, അവിടെ പട്ടിക്കൊരു പേര് പറഞ്ഞായിരുന്നു ഗൈസ്. എന്താ പൂച്ചയുണ്ട്. അയ്യന്നെ മോനെ. ആ, ഇതും ലെഫ്റ്റ് 2 ആണ് ഇവന്മാരെ എണീപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഫീഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? അതല്ല, ലെഫ്റ്റ് 2 ആയിരിക്കും. കൊള്ളാം. ഇവൻ്റെ മണ്ടയ്ക്ക് കയറുന്ന അപ്പോൾ ലെഫ്റ്റ് 2 ആയിരിക്കും. നോക്കട്ടെ. ആ, അതെ അതെ, സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ, ബി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓ, ഇൻവെൻട്രി വൈ. കൊള്ളാം. പിന്നെ ക്രാഫ്റ്റിങ് ഇത്. അതല്ല അതിനകത്ത് പോവാണ്. ആ, പുറത്തിറങ്ങി. അപ്പോൾ ബാക്കൊക്കെ ഫുള്ള് ബി തന്നെയാണ് കൈ. കുറച്ച് പണിയുണ്ട് എനിക്ക്. കളിക്കാൻ പറഞ്ഞോണ്ട് ഇരുമ്പ് വെച്ചുകൊണ്ട് ചാടുന്നതേ. ആ, കാണിച്ചു തരാം. ഒരു കേവ് കിട്ടി എനിക്ക്. അതിൽ നിന്നാണ് ഡയമണ്ട് മൊത്തം കിട്ടിയത്. അതിന് മുമ്പ് ഞാൻ മൈൻഡ് ചെയ്തപ്പോൾ കുറച്ച് ഡയമണ്ട് കിട്ടി. അതുകൊണ്ട് കളയുകയും ചെയ്തത്. മനഃപൂർവ്വമല്ല കേസ്. ഒരു പന്ന സോംബി ഒന്നെ അടിച്ച് ലാവിലേക്ക് പറഞ്ഞു വിട്ടു. കണ്ടിങ്ങനെ ഇടക്കിടക്ക് കളിക്കുന്നതിനിടക്ക് ഇങ്ങനെ ആംഗിൾ മാറ്റിക്കൊണ്ടിരിക്കുക. മറ്റേലും അത് പോസിബിൾ അല്ല കേസ്. മറ്റേ നമ്മുടെ ഇതിൽ അല്ലാണ്ട് കളിക്കുമ്പോൾ അത് പോസിബിൾ അല്ല. ഞാൻ അവിടെ വെച്ചായിരുന്നു മണ്ടയ്ക്ക് കയറി. ഞാൻ ലാസ്റ്റ് അങ്ങോട്ടോ ഇവിടെ വെച്ചാണ്. ഓ, ആ, ഇവിടെ വെച്ചാണ്. ഇവിടെ വെച്ച് ലാവാണ്. മുകളിലാണ് ലാവയും കാണാനില്ല. അപ്പം ഞാൻ ഈ സൈഡിൽ കൂടെ ക്രൗച്ച് ചെയ്ത് കയറാം. ഈ സാധനം വെച്ചിട്ടാണ് കളിക്കാന്ന് പറഞ്ഞൂടെ. എന്താണ് വലിയൊരു കേവാണ് ഗൈസ്. അങ്ങോട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ലൈറ്റ് വെച്ചാണ് പോയിരിക്കുന്നത്. ഇവിടെ അടുത്തൊന്നും മോപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ യമണ്ടൻ സാധനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാനങ്ങനെ അങ്ങോട്ട് പോയത്. ആ, ചാടിയതാ. ഇവിടെ മൊത്തം ലാവയും കാര്യങ്ങളുമാണ്. ഇത് വെച്ചിട്ട് ഭയങ്കര സെൻസിറ്റീവ് ഭയങ്കര കൂടുതൽ. ഇത് വേണ്ടോ യമണ്ടൻ കേവ്. ഇതിനകത്താണ് ഞാൻ ഇതാണ്ട്. ഇവിടെയൊക്കെ അയണൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. മുകളിലോട്ട് കാണാം. ഞാൻ ഈ ചെറിയൊരു ഷീൽഡ് അങ്ങനെ മാറ്റുന്നത് ആണ്. ഷീൽഡൊക്കെ കുറെ പൊട്ടിച്ച് ഞാൻ. ആ, അപ്പോൾ പെട്ട്. സ്ക്യൂട്ടൊക്കെ അതിപ്പോൾ ചാവും. ലാവയാണ് ചാവും. കണ്ടോ അങ്ങോട്ടൊക്കെ വലിയൊരു കേവാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല. കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ ടോർച്ചൊക്കെ വെച്ചു. ഇതങ്ങനെ നോക്കാൻ പറ്റൂല. ആർമറൊക്കെ വെക്കാമല്ലോ. അതെങ്ങനെയായിരുന്നു? ആർമർ അങ്ങനെ വെക്കുന്നതാണ് അവിടെ. നമ്മൾ വൈ 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 ആ, ഇങ്ങനെയാണ്. കൊള്ളാം. ഇങ്ങനെയാണ്. അങ്ങനെ ഓരോന്നൊക്കെ മനസ്സിലാക്കി വരുന്നു. ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണം നമ്മൾ ഏതൊക്കെയാണെന്ന്. ലവ ഗൈസ്. ക്രൗച്ച് ചെയ്തിരുന്നു പോവാം. ഇപ്പം തന്നെ കുറച്ച് സ്പീഡിൽ കളിക്കാൻ പഠിച്ചു ഞാൻ. ഇനി ബാക്കിയും കൂടെ ആക്കണം. ലാവേ പോലെ ഓക്കേടാ. കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത്. കളിക്കാൻ നേരം അറിയാൻ മേലാഞ്ഞോണ്ട് നല്ല കോമഡി ആയിട്ടാണ് ഞാൻ കളിക്കണത്. കണ്ടാൽ മനസ്സിലാവും. പിന്നെ മുകളിലൊക്കെ നല്ല കിടിലൻ സാധനമൊക്കെ കിടിലാണ്. നൈസ് സാധനമാണ്. കുഴപ്പമില്ല. ഇനി മുതൽ വീഡിയോ വരുന്നത് ഇതും വെച്ചോണ്ടായിരിക്കും. ഈ സാധനം വെച്ചോണ്ടായിരിക്കും. ഫുഡ് അടിക്കുന്നത് എങ്ങനെയാ? അത് ലെഫ്റ്റ് ലെഫ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് ഇതുവരെയായിരുന്നു വീഡിയോ. ഞാനിത് മേടിച്ചോണ്ട് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. സംഭവം കൊള്ളാം. നൈസ് സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക്
പെട്ടു പെട്ടു ആ പട്ടീനെ വലിച്ചോണ്ട് പോയി ഞാൻ. അപ്പോൾ ഇതായിരുന്നു, സാധനം നൈസാണ്. അപ്പം ഇതുവരെ ആയിരുന്ന വീഡിയോ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, പിന്നെ ഈ ലെറ്റ്സ് പ്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാവും, എക്സാമും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് വീഡിയോ വരാത്തത്. പിന്നെ മേടിച്ചുകൊണ്ട് ഞാനങ്ങ് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ച്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ വീഡിയോ ആണ് നല്ല കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ ബൈ ഗൈസ്.